മധ്യപൂർവേഷ്യയിൽ ഇസ്രയേൽ ഇറാൻ പോരാട്ടവും അമേരിക്കൻ ഇടപെടലുകളും പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറുമ്പോൾ യുഎസ് താവളങ്ങൾക്ക് നേരെ അതിശക്തമായി പ്രഹരമേൽപ്പിച്ച ഇറാൻ. പശ്ചിമേഷ്യയിലെ വിവിധ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 100ഓളം യുഎസ് സൈനികർക്ക് പരിക്കേറ്റതായി പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ സംഘർഷം വീണ്ടും കൊടുമ്പിരികൊണ്ട ജൂലൈ 7 മുതലുള്ള കണക്കുകളാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനം പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മധ്യപൂർവേഷ്യയിൽ യുഎസ് കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് പെന്റഗണിന്റെ ഈ വെളിപ്പെടുത്തൽ. തങ്ങളുടെ സുപ്രധാന സൈനികാസ്തികൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഇറാനും ഇറാൻ പിന്തുണയുള്ള പ്രതിരോധ ഗ്രൂപ്പുകളും നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സൈനിക സന്നദ്ധതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗം പേരും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടുവെന്നും അവർ ഇതിനകം തന്നെ ഔദ്യോഗിക ചുമതലകളിലേക്ക് മടങ്ങിയെത്തുമെന്നുമാണ് പെന്റഗൺ വക്താക്കൾ വ്യക്തമാക്കുന്നത്. പരിക്കേറ്റ സൈനികരിൽ 96% പേരും ചെറിയ രീതിയിലുള്ള ചതവുകളും തലച്ചോറിലെ ആഘാതങ്ങളും മാറിയ ശേഷം വീണ്ടും സർവീസിൽ പ്രവേശിച്ചതായി യുഎസ് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു. അതേസമയം ഇത്രയധികം ആക്രമണങ്ങൾ നടന്നിട്ടും ഇതിനു മുൻപ് ഈ വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനും പെന്റഗൺ മറുപടി നൽകി. ഓപ്പറേഷണൽ സെക്യൂരിറ്റി അഥവാ സൈനിക സുരക്ഷാ മുൻകരുതലുകൾ കണക്കിലെടുത്താണ് ആക്രമണങ്ങളുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ തത്സമയം പുറത്തുവിടാതിരുന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിശദീകരണം. തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ ശത്രുക്കൾക്ക് ലഭിക്കുന്നത് തടയാനാണ് അമേരിക്ക ഈ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചത്. എന്നാൽ പരിക്കുകളുടെ വിവരങ്ങൾക്ക് പുറമെ ചില കണക്കുകളും പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോർദാനിലും ഇറാഖിലും നടന്ന ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചു. ഇതോടെ മേഖലയിൽ ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ ആകെ എണ്ണം 17ആയി ഉയർന്നു. ജോർദാനിലെയും ഇറാഖിലെയും താവളങ്ങൾ ലക്ഷ്യമിട്ട ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കൂടുതൽ വിനാശകരമാകുന്നു എന്നതിന്റെ തെളിവാണ് ഈ പുതിയ സൈനികരുടെ മരണം. അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഒരേ സമയം വലിയ തോതിൽ ഡ്രോണുകളും മിസൈലുകളും അയക്കുന്ന ഇറാന്റെ സ്വാം അറ്റാക്ക് തന്ത്രം പ്രതിരോധിക്കാൻ യുഎസ് സേന പാടുപെടുന്നുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 28-ന് സായുധ പോരാട്ടം ആരംഭിച്ചതു മുതൽ ഇറാന്റെയും സഖ്യസേനകളുടെയും പ്രധാന ലക്ഷ്യം മേഖലയിലുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യുക എന്നതാണ്. ഇതിന്റെ ഭാഗമായി സിറിയ, ഇറാഖ്, ജോർദാൻ, ഗൾഫ് മേഖല എന്നിവിടങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടന്നുവരികയാണ്. മധ്യപൂർവേഷ്യയിലെ ഈ പുതിയ യുദ്ധ സാഹചര്യം അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. സ്വന്തം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ യുദ്ധം നീണ്ടുപോകുന്നത് വാഷിംഗ്ടണിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പെന്റഗണിന്റെ പുതിയ സ്ഥിരീകരണം വന്നതോടെ ഇറാന് നേരെ അതിശക്തമായ തിരിച്ചടി നൽകണമെന്ന ആവശ്യവുമായി ചില അമേരിക്കൻ സെനറ്റർമാരും രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ വ്യോമ മേഖലയിലെ സുരക്ഷയെയും സമുദ്ര ഗതാഗതത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനും സഖ്യകക്ഷികളെ സഹായിക്കാനും ഇറാനെതിരെ കടുത്ത നിലപാട് തുടരുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ തിരിച്ചടികൾ കടുക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ യുഎസ് താവളങ്ങൾ ലക്ഷ്യമിടാനാണ് ഇറാന്റെ നീക്കം. അമേരിക്കൻ താവളങ്ങൾ തകർത്തതിലൂടെയും സൈനികർക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയതിലൂടെയും തങ്ങളുടെ മിസൈൽ ശേഷി ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കാൻ സാധിച്ചുവെന്നാണ് ടെഹ്റാന്റെ വിലയിരുത്തൽ. അമേരിക്കയുടെ പ്രകോപനങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതികരണമാണിതെന്നും തങ്ങളുടെ അതിർത്തികൾക്കും താൽപര്യങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായാൽ അമേരിക്കൻ സൈന്യത്തിന് സുരക്ഷിതമായി നിൽക്കാൻ മധ്യപൂർവേഷ്യയിൽ ഒരിടവും ഉണ്ടാകില്ല എന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് ഇറാഖിലെയും സിറിയയിലെയും യുഎസ് താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം കടുത്തത്. പ്രാദേശിക പ്രതിരോധ ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ഇറാൻ നടത്തുന്ന ഈ നിഴൽ യുദ്ധം നേരിടാൻ അമേരിക്കയ്ക്ക് ഭീമമായ തുകയും അത്യാധുനിക ആയുധ ശേഖരവും വിനിയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഈ പുതിയ സംഭവ വികാസങ്ങൾ ഗൾഫ് മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളിലെയും വൻ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. സ്വന്തം മണ്ണിലെ യുഎസ് സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണത്തിനിരയാകുമ്പോൾ അത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമോ എന്ന ഭയം ഗൾഫ് രാഷ്ട്രങ്ങൾക്കുമുണ്ട്. അതിനാൽ തന്നെ സംഘർഷം ഉടനടി അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ മരണവും 100ഓളം പേർക്ക് പരിക്കേറ്റ സംഭവവും വരും ദിവസങ്ങളിൽ യുഎസ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത പ്രത്യാക്രമണങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട അമേരിക്കൻ വ്യോമസേന മിന്നലാക്രമണങ്ങൾ നടത്തിയാൽ അത് കൂടുതൽ രൂക്ഷമായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറും. പശ്ചിമേഷ്യയിലെ യുഎസ് താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിലെ യുദ്ധ സാഹചര്യം ഏറ്റവും അപകടകരമായ ഘട്ടത്തിലെത്തിച്ചിരിക്കുകയാണ്. കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഉയരുന്നതും
100ഓളം പേർക്ക് പരിക്കേറ്റതും പെന്റഗണിന് വലിയ പ്രഹരമാവുകയും ചെയ്തിരിക്കുകയാണ്.